ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിന്ന് പറയാൻ വന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ടിപ്സുകൾ നീക്കം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്താണെങ്കിൽ അത് നീക്കം ചെയ്യാം. ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ അതെങ്ങനെ നീക്കം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് തേനെടുക്കുക. തേനെടുത്ത ശേഷം അത് ചൂടാക്കിയതിന് ശേഷം അതിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അത് നമ്മൾ ഏത് ഭാഗത്താണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അത് ഒരു 20 മിനിറ്റ് ഇട്ടിരുന്ന ശേഷം അത് തുടച്ച് നീക്കിയതിന് ശേഷം പപ്പായയുടെ ഓയിലി സ്കിന്നിലാണ് സാധാരണയായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കാത്തത് കൊണ്ട് വരണ്ട ചർമ്മക്കാർക്കും അങ്ങനെ ഉണ്ടാകാറുണ്ട്. വരണ്ട ചർമ്മമായിട്ടിരിക്കുന്നവർക്ക് മുഖക്കുരു വരും, എങ്കിലും ഒരുപാടൊന്നും വരത്തില്ല. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കാണ് കൂടുതലും അത് വരുന്നത്. അപ്പോൾ പപ്പായയുടെ സ്ക്രബ് അതാണ് ഏറ്റവും യോജിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രബ് ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പപ്പായയുടെ സ്ക്രബാണ്. അത് ഉപയോഗിച്ച് മുഖം നല്ല പോലെ താഴെ നിന്ന് മുകളിലേക്ക് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കുക. കൈ ചുരുട്ടിയ ശേഷം ഇങ്ങനെ കൊടുത്താലും മതി. മസാജ് കൊടുത്ത് ഡെഡ് സ്കിന്നെല്ലാം നീക്കം ചെയ്ത ശേഷം ഒരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ നമുക്ക് ചേർന്ന പപ്പായയുടെ തന്നെ ക്രീം കിട്ടാറുണ്ട്, മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പം അത് തന്നെ വാങ്ങിച്ചാലും മതി. പപ്പായയുടെ ക്രീമാണ് ഈ ഓയിലി സ്കിന്നുകാർക്ക് കൂടുതലും പപ്പായയുടെ ക്രീം അല്ലെങ്കിൽ വെച്ച് പീൽ പൊടി ഇതൊക്കെയാണ് യൂസ് ചെയ്യാൻ നല്ലത്. കാരണം മുഖത്ത് കറുത്ത പാടൊക്കെ വരുമ്പോൾ വെച്ച് പീൽ പൊടി യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുക. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിലൊന്ന് കഴുകാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇനി ഒരുപാട് ടിപ്സ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, ഞാൻ ഈ ടിപ്സ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക. അപ്പോൾ പുതിയ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് സുഗന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. അതായത് നമ്മൾ കുളിക്കുന്നതിനും ഒരു അരമണിക്കൂർ മുന്നേ മഞ്ഞൾ, അതായത് കസ്തൂരി മഞ്ഞൾ പൊടിയും രക്തചന്ദനത്തിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് മുഴുവനും അപ്ലൈ ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ഇട്ടേക്കുക. അതിനുശേഷം ഒരു നാരങ്ങയുടെ നീര് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ പിഴിഞ്ഞൊഴിച്ച ശേഷം ആ വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല സുഗന്ധവും നിറവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. കസ്തൂരി മഞ്ഞളിന് അലർജി ഉള്ളവർ യൂസ് ചെയ്യേണ്ട, അല്ലാത്തവർ ചെയ്യുക. കാരണം ചിലർക്ക് മഞ്ഞൾ അലർജിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട, അല്ലാത്തവർ ചെയ്യുക. അപ്പോൾ ബാക്കി നാളെ പറയാം. നാളെ പുതിയ ടിപ്സുമായിട്ട് വരുന്നതാണ്. അപ്പോൾ